എസ് ശർമ്മ സഖാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നു. സഖാവ്, എങ്ങനെയാണ് വി എസിനെ ഓർക്കുന്നത്? എങ്ങനെയാണ് വി എസ് ഒരു സമര പ്രപഞ്ചം പോലെ മനുഷ്യരാശിക്ക് ഊർജ പ്രചോദനം നൽകിയ മഹനീയ വിപ്ലവകാരിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ സ്മരിക്കുന്നത്. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സമരത്തിൻ്റെയും വഴികൾ താണ്ടിയ ആ ജീവിതം, ദുരിതങ്ങൾ പുസ്തകത്തിൽ പഠിച്ചല്ല അദ്ദേഹം മനസ്സിലാക്കുന്നത്, ജീവിതത്തിൻ്റെ അനുഭവത്തിൽ പഠിച്ച് മനസ്സിലാക്കി ആ അനുഭവം സഹജീവികളുടെ സ്നേഹദുഃഖങ്ങളിൽ പങ്കാളിയായി മറ്റുള്ളവർക്ക് വഴികാട്ടിയായി പങ്കുവഹിക്കുമ്പോഴാണ് സ്വന്തം ജീവിതം മാതൃകാപരമായി തീരുന്നത്. അങ്ങനെ സ്വന്തം ജീവിതം മാതൃകാപരമാക്കി തീർക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മലയാളികളിടത്തെല്ലാം ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന പൊളിറ്റീഷ്യനായിട്ട് അദ്ദേഹത്തിന് ഉയരാനും വളരാനും കഴിഞ്ഞിട്ടുണ്ട്. 76-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മതികെട്ടാൻ മല കയറിയത്. കാടും കടലും എല്ലാം വിൽക്കുന്ന കാലം, നാട് രാജ്യത്തിന് വിൽക്കുന്ന ആ പ്രത്യേക സന്ദർഭത്തിലാണ് മതികെട്ടാൻ മല അദ്ദേഹം കയറിയത്. അസാധാരണമായ ത്യാഗമനസ്ഥിതിയും പോരാട്ട മനസ്ഥിതിയും ഉള്ള ഒരു വ്യക്തിക്ക് അപ്രകാരം പങ്കുവയ്ക്കാൻ കഴിയും. പൊതുവായി പറഞ്ഞാൽ രാഷ്ട്രീയമായി അദ്ദേഹത്തെ വിമർശിക്കുന്നവർ പോലും അദ്ദേഹം ഉയർത്തിയ ആശയം ഈ രാജ്യത്തിലെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് അറിയുകയും പോരാട്ടങ്ങൾക്ക് പിന്തുണ ലഭിക്കുകയും ചെയ്തു. ഒരു കാലത്ത് അദ്ദേഹം അറിയപ്പെടുന്ന ത്യാഗിയാണെങ്കിലും അറിയപ്പെടുന്ന ഒരു വലിയ ജനനേതാവെന്നുള്ള പദവി ആദ്യഘട്ടങ്ങളിൽ ആർജിച്ചിരുന്നില്ല. പക്ഷെ സ്വന്തം പ്രവൃത്തി കൊണ്ടും ആ പ്രവൃത്തിയുടെ നന്മ കൊണ്ടും ആ നന്മയുടെ ഫലം ജനങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ട് ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം എല്ലാവരുടെയും നേതാവായി വളരാൻ വി എസിന് കഴിഞ്ഞു എന്നുള്ളതാണ് വി എസ് കേരളത്തിലെ പൊതുമണ്ഡലത്തിന് നൽകിയ നിലക്കാത്ത സംഭാവന എന്നീ അവസരത്തിൽ അനുസ്മരിക്കുക. വ്യക്തിപരമായി താങ്കൾക്ക് വളരെയധികം നഷ്ടമാണിത്. കാരണം വി എസുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളായിരുന്നു. വ്യക്തിപരമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകി സംസാരിക്കുന്നതിന് അവസരമുണ്ടായത് രാഷ്ട്രീയവും സംഘടനാപരമായ കാര്യങ്ങൾ തന്നെയാണ്. ആ 80കളുടെ മധ്യത്തിലാണ് അദ്ദേഹവുമായി കൂടുതൽ ഇടപഴകുന്നത്. പ്രത്യേകിച്ച് ഞാൻ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. മന്ത്രിമാരെ തെരുവിൽ തടയുന്ന സമരമാണെങ്കിലും വിഭജന മാർച്ചാണെങ്കിലും കാസർഗോട്ട് വെടിവെപ്പാണെങ്കിലും ബാലകൃഷ്ണൻ്റെ രക്തസാക്ഷിത്വമാണെങ്കിലും അതുപോലെ മനുഷ്യച്ചങ്ങല തീർക്കുന്ന സന്ദർഭമാണെങ്കിലും അങ്ങനെ കേരളം കണ്ട നവീനമായ പോരാട്ടങ്ങൾക്ക് മാതൃകാപരമായി യുവജന പ്രസ്ഥാനത്തെ നേർവഴിക്ക് നയിക്കാൻ കരുത്തു പകരുന്നതിൽ വി എസ് നൽകിയ സംഭാവനയും ഉപദേശങ്ങളും വിലമതിക്കാനാവാത്തതാണ്. ആ വിലപ്പെട്ട അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ പ്രവർത്തനത്തിൻ്റെ മുമ്പിൽ തലകുനിക്കുന്നു. വളരെയധികം നന്ദി. നമുക്കറിയാം, എസ് ശർമ്മയെ സംബന്ധിച്ച് വി എസിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു ആളായിരുന്നു എസ് ശർമ്മ. എല്ലാ കാലത്തും അദ്ദേഹമാണ് വി എസിനെ അനുസ്മരിച്ചത്.